ഇതാണ് ഫാർമസി സോഫ്റ്റ്വെയർ വരുന്നത് വെയ്റ്റാസ്ക്. നമുക്ക് 3 ടൈപ്പ് ഓഫ് ലോഗിൻസ് അവൈലബിൾ ആണ്. അഡ്മിൻ, സൂപ്പർവൈസർ, പിന്നെ സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ ഡിഫറെൻ്റ് ID പാസ്വേഡ് കൊടുത്തിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നുണ്ട്. ജസ്റ്റ് സോഫ്റ്റ്വെയർ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. നമുക്കിവിടെ ടൂൾസിലാണ് നമ്മുടെ ഫേം ഇൻഫർമേഷൻസ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. അതുപോലെ നമുക്കിവിടെ യൂസർ മാനേജ്മെൻറ്റിൽ യൂസർ ക്രിയേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഗ്രീൻ ബാക്കപ്പ് സിസ്റ്റം, അതായത് നമുക്ക് സോഫ്റ്റ്വെയറിൽ നിന്ന് ഓട്ടോ ബാക്കപ്പ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ മാസ്റ്ററിലാണ് നമ്മൾ എല്ലാ ക്രിയേഷൻസും ചെയ്യുന്നത്. ഐറ്റം, അതുപോലെ തന്നെ സപ്ലൈസ്, കസ്റ്റമേഴ്സ്, ഡോക്ടേഴ്സ്, അങ്ങനത്തെ എല്ലാ ക്രിയേഷൻസും നമ്മൾ ചെയ്യുന്നത് മാസ്റ്ററിലാണ്. നമ്മളിവിടെ അതുപോലെ തന്നെ നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കെമിക്കൽ നെയിം നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇൻവെൻട്രിയിലാണ് നമ്മുടെ സെയിൽ ഒക്കെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ഇതാണ് നമ്മുടെ സെയിലിൻ്റെ വിൻഡോ വരുന്നത്. ഇതിൽ നമുക്ക് ടൈപ്പ്, അതുപോലെ തന്നെ മോഡ് ഓഫ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പർച്ചേസ് നോക്കാം. പർച്ചേസിൽ നമ്മൾ ഐറ്റം, അതുപോലെ തന്നെ അതിൻ്റെ ബാച്ച് നമ്പർ, എക്സ്പയർ ഡേറ്റ്, അതായത് നമുക്ക് ഷോർട്ട് എക്സ്പയർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബാർകോഡ് ഉണ്ടെങ്കിൽ ബാർകോഡ് ക്രിയേറ്റ് ചെയ്യാം. ഫ്രീ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഫ്രീ ഐറ്റംസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് ടാബ്സ് കാര്യങ്ങൾ കൊടുക്കാനുള്ള ഓപ്ഷനും കൂടി വരുന്നുണ്ട്. പിന്നെ നമുക്ക് സെയിൽസ് റിട്ടേൺ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പർച്ചേസ് റിട്ടേണിൻ്റെ കേസിലാണെങ്കിൽ നമ്മുടെ സപ്ലൈസിന് നമുക്ക് ക്ലെയിം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. പിന്നെ നമുക്ക് പേയ്മെൻറ്റ്, അതായത് നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന സപ്ലയേഴ്സിന് നമ്മൾ ബില്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന പേയ്മെൻറ്റൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഡെലിവറി ചെലവ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. പർച്ചേസ് ഓർഡർ, സെയിൽസ് ഓർഡർ, കൊട്ടേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിലുള്ള എല്ലാ റിപ്പോർട്ട്സും, നമ്മളിവിടെ എൻ്റർ ചെയ്യുന്ന എല്ലാ റിപ്പോർട്ട്സും ഇവിടെ ഇൻവെൻ്ററി റിപ്പോർട്ട്സിൽ അവൈലബിൾ ആണ്. ഇവിടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ കറണ്ട് സ്റ്റോക്ക് നമുക്ക് അറിയാൻ പറ്റുക. ഇവിടെ തന്നെ നമുക്ക് കെമിക്കൽ നെയിം വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്ക് ലെഡ്ജർ വരുന്നുണ്ട്. അതായത് പ്രത്യേക ഒരു ഐറ്റം നമുക്ക് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസാക്ഷൻ നമുക്ക് അറിയാൻ പറ്റും. എത്ര പർച്ചേസ് ചെയ്തു, എത്ര സെയിൽ ചെയ്തു, സെയിൽ റിട്ടേൺ എത്ര ചെയ്തു, പർച്ചേസ് റിട്ടേൺ എത്ര ചെയ്തു, അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ക്ലോസിങ് സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ ഡെഡ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഗോഡൗൺ ക്രിയേറ്റ് ചെയ്തിട്ട് ഡാമേജ് ഉള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ, നമുക്ക് എക്സ്പയർഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡെഡ് സ്റ്റോക്ക് മാനേജ്മെൻറ്റിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ഗോഡൗൺ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഗോഡൗൺ സ്റ്റോക്ക് ലെഡ്ജറും നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ജസ്റ്റ് ഐറ്റം കൊടുത്ത് അതിൻ്റെ ഗോഡൗൺ സെലക്ട് ചെയ്ത് അതിൻ്റെ ഒരു ട്രാൻസാക്ഷനും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് എക്സ്പയർഡ് സ്റ്റോക്ക് നമുക്കിവിടെ അറിയാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ അറിയാൻ പറ്റും. അതുപോലെ നമ്മൾ ഷോർട്ട് എക്സ്പയറി ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് അക്കൗണ്ട്സിലേക്ക് കിടക്കാം. നമുക്കിവിടെ വൗച്ചേഴ്സിൽ
ക്യാഷ് റെസിപ്റ്റ്, ക്യാഷ് പേയ്മെന്റ്, ബാങ്ക് ഡെപ്പോസിറ്റ്, ബാങ്ക് വിഡ്രോവൽസ്, പോസ്റ്റ് ഡേറ്റഡ് ചെക്സ്, ജേണൽ എൻട്രീസ് ഡീറ്റെയിൽസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫൈനൽ അക്കൗണ്ട്സിലാണെങ്കിൽ ക്യാഷ് ആൻഡ് ബാങ്ക് ബുക്ക്, ഡേ ബുക്ക്, ജേണൽ രജിസ്റ്റേഴ്സ്, ലെഡ്ജേഴ്സ്, ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ അറിയാൻ വേണ്ടി പറ്റും. കൂടാതെ ഇതിൻ്റെ എല്ലാം ഷോർട്ട് കീസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു.